നിങ്ങൾ മികച്ചൊരു കോച്ചായിരിക്കാം, പക്ഷേ ഹ്യൂമൻ മാനേജ്മെന്റ് അറിയില്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. സോ ടാക്ടിക്സ് വിത്തൗട്ട് ഹ്യൂമൻ മാനേജ്മെന്റ് ഡു നോട്ട് വർക്ക്. അൽവാരോ അർബലോവ മുമ്പൊരിക്കൽ പറഞ്ഞ വർത്തമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാബി അലോൺസോക്ക് പിഴച്ചത് അവിടെയാണ്. ആണെന്നും അല്ലെന്നുമൊക്കെ വാദിക്കുന്നവർക്ക് നിരത്താൻ ന്യായീകരണങ്ങൾ പലതുമുണ്ടാകാം. പക്ഷേ സാബി തോറ്റത് ഈഗോകൾക്ക് മുന്നിലാണെന്ന കാര്യത്തിൽ റയൽ ആരാധകർക്ക് പോലും തർക്കമുണ്ടാകില്ല. വിന്നിംഗ് ടീമിന് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ വിളിക്കുന്ന കോച്ചിനോട് അതൊന്നും വേണ്ട, ഇങ്ങ് കയറിപ്പോര് എന്ന് പറയുന്ന സൂപ്പർ താരം. അപ്പോൾ തൻ്റെ റോൾ ഇവിടെ എന്താണ് എന്ന് ഒരു പരിശീലകന് തോന്നിയാൽ അതിന് നിങ്ങൾക്ക് കുറ്റം പറയാനാകില്ല. സാബിക്ക് ഇത് എത്രയോ മുമ്പ് തന്നെ തോന്നി തുടങ്ങിയതാണ്. ഈഗോകളെ അതിജയിക്കലായിരിക്കും സാബിക്ക് മുന്നിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് അയാൾ റയൽ മാഡ്രിഡിന്റെ തലപ്പത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന വിനീഷ്യസിനെ തിരിച്ചു വിളിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭം എന്നൊക്കെ വാദത്തിന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനു മുമ്പേ ആ കൂടാരം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഗലാറ്റിക്കോ എറയിൽ റയൽ മാഡ്രിഡ് എക്കാലവും സൂപ്പർ താരങ്ങളെ കുത്തിനിറച്ചൊരു സംഘമായിരുന്നു. അതിനാൽ തന്നെ ഇവരെ മാനേജ് ചെയ്യുക എന്നത് ഒന്നിലധികം ടീമുകളെ പരിശീലിപ്പിച്ച് പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ചില്ലറ പണിയൊന്നുമായിരിക്കില്ല. എന്നാൽ അത് അസാധ്യമല്ലതാനും. സിനദീൻ സിദാൻ റയലിന്റെ തലപ്പത്തെത്തുമ്പോൾ അയാളുടെ മാനേജറിയൽ കരിയറിൽ ഒരൊറ്റ സീനിയർ ടീം പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മറന്നു പോകരുത്. റയലിന് അയാൾ യൂറോപ്പിന്റെ സിംഹാസനമേറ്റുമ്പോൾ ആ സംഘത്തിൽ ക്രിസ്ത്യാനോയും ബെയിലും ബെൻസേമയും ഒക്കെ ഉണ്ടായിരുന്നു. അക്കാലത്ത് സിദാനുമായി ഒറ്റ കളിക്കാരനും പ്രശ്നങ്ങളില്ലായിരുന്നു എന്നൊന്നും വാദിക്കാനാകില്ല. പക്ഷേ അതൊന്നും ടീമിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധികളായി രൂപാന്തരം പ്രാപിച്ചില്ല. ബയർ ലെവർകൂസൻ അല്ല റയൽ മാഡ്രിഡ് എന്ന് സാബിക്ക് നന്നായി അറിയാമായിരുന്നു. തൻ്റെ സിസ്റ്റത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന ഒരുപിടി പ്രതിഭകളായിരുന്നു അവിടെ അയാളുടെ കരുത്ത്. അസാധ്യമെന്ന് അതുവരെ കരുതിയിരുന്ന പലതും ജർമ്മൻ മണ്ണിൽ സാബി സാധ്യമാക്കിയത് അങ്ങനെയാണ്. അൽവാരോ അർബലോവാസ് മെയിൻ ഫുട്ബോൾ ഐഡിയ ഈസ് ഗഗൻ പ്രസിംഗ്. ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടാണിത്. അതിന് താഴെ ആരാധകർ പലരും എഴുതിയ കമന്റുകൾ രസകരമാണ്. ഗഗൻ പ്രസിംഗ് വിത്ത് എംബാപ്പെ ആൻഡ് വിനീഷ്യസ് ജൂനിയർ. ഓക്കെ ബൈ എന്നാണ് അതിലൊന്ന്. സാബി അലോൺസോ പരിശീലക ചുമതല ഏറ്റെടുക്കുമ്പോഴും ഇങ്ങനെയൊരു ക്രൈസിസ് അയാൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ക്ലബ് ലോകകപ്പിൽ PSG-ക്കെതിരായ സെമിയിൽ ആദ്യ പകുതി കഴിയുമ്പോൾ റയൽ മുന്നേറ്റ നിര ആകെ നടത്തിയ പ്രസിംഗ് എത്രയാണെന്നോ? 1. ഉസ്മാൻ ഡെംബലെ ആ സമയം കൊണ്ട് 7 തവണ പ്രസ് ചെയ്ത് റയൽ ഗോൾ മുഖത്തേക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ ഫലം PSG കാണുകയും ചെയ്തു. അവിടുന്ന് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് സാബി. പക്ഷേ തനിക്ക് ആവശ്യമുള്ളത് ഗ്രൗണ്ടിൽ നൽകുന്ന ഒരു ടീമിനെയല്ല അയാളുടെ കയ്യിൽ കിട്ടിയത് എന്ന് മാത്രം. മോർ പ്രസിംഗ്, മോർ ടാക്ടിക്കൽ വർക്ക് ആൻഡ് മോർ ഡിസിപ്ലിൻ. അയാളും സംഘവും ടീമിനോട് ആവശ്യപ്പെട്ടത് അതാണ്. പക്ഷേ ഡ്രസ്സിംഗ് റൂം 2 ചേരികളാവുന്നതാണ് പിന്നീട് കണ്ടത്. അലോൺസോയുടെ സിസ്റ്റത്തോട് വിയോജിപ്പുള്ളവർ ടീമിനകത്ത് തന്നെ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വിനീഷ്യസും വാൽവെർഡയും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഒക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വിനീഷ്യസും സാബിയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കായി. വിനീഷ്യസ് ഇത് തീരാതെ ക്ലബ്ബുമായുള്ള തൻ്റെ കരാർ പുതുക്കില്ലെന്ന് ഫ്ലോറന്റിനോ പെരസിനെ അറിയിച്ചു. എൽ ക്ലാസിക്കോയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പ് പറഞ്ഞ വിനീഷ്യസ് അപ്പോളജി കുറിപ്പിൽ ഒരിടത്ത് പോലും സാബിയുടെ പേര് പരാമർശിച്ചില്ല. നവംബർ 1 വലൻസിയ പരാജയപ്പെടുത്തുമ്പോൾ പോയിന്റ് ടേബിളിൽ 5 പോയിന്റ് വ്യത്യാസത്തോടെ 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു റയൽ. മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി 14 മത്സരങ്ങളിൽ നിന്ന് റയലിൻ്റെ 13ാം വിജയമായിരുന്നു അത്. പിന്നെ പൊടുന്നനെ കളത്തിനകത്തും പുറത്തും കളികൾ മാറി. അടുത്ത 7 മത്സരങ്ങളിൽ ആകെ 2 എണ്ണത്തിലാണ് റയൽ ജയിച്ചത്. സാബിയുടെ സബ്സ്റ്റിറ്റ്യൂഷനും റൊട്ടേഷനും ഒക്കെ വലിയ വിമർശനങ്ങൾ ഇക്കാലത്ത് ഏറ്റുവാങ്ങി. ഡിഫൻസിനെ വിടാതെ വരിഞ്ഞു മുറുക്കിയ പരിക്ക് പ്രതിസന്ധികളുടെ ആഴമേറ്റി. ബർണബ്യൂവിൽ സെൽറ്റയ്ക്കെതിരായ തോൽവിക്ക് ശേഷം സ്വന്തം ആരാധകർ സാബിക്കും സംഘത്തിനുമെതിരെ കൂവി. മാഡ്രിഡ് ഹാഡ് ടു കീപ്പ് ആൻ ഐ ഓൺ ദ മാർക്കറ്റ്. അടുത്തിടെ നടന്നൊരു പ്രസ് കോൺഫറൻസിൽ ട്രാൻസ്ഫർ പ്ലാനുകളെ കുറിച്ച് അലോൺസോ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ ജനുവരിയിൽ ഒരു ട്രാൻസ്ഫർ പ്ലാനുമില്ലെന്ന് ക്ലബ് വൃത്തങ്ങൾ തറപ്പിച്ച് പറഞ്ഞു. കരേറാസ്, ഹുയ്സൺ, ട്രെൻഡ്, മസ്തുൻതുനോ. സീസണിൻ്റെ തുടക്കത്തിൽ ഈ 4 സൈനിങ്ങുകൾക്കായി ടീം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വാരിയെറിഞ്ഞത് 156 മില്യൺ പൗണ്ടാണ്. എന്നാൽ ഇക്കുറി ഇഞ്ചുറി ക്രൈസിസ് ഇവരിൽ നിന്നാണ് ആരംഭിച്ചത്. ട്രെൻഡും മസ്തുൻതുനോയും ആകെ കുറഞ്ഞ മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത്. ഹുയ്സനും ഏറെക്കാലം പരിക്കിൻ്റെ പിടിയിലായിരുന്നു. ടോണി ക്രൂസിനെയും ലൂക്ക മോഡ്രിച്ചിനെയും ഒക്കെ പോലെ കളിയുടെ ടെമ്പോയെ തന്നെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു മിഡ്ഫീൽഡറെ സാബി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ 2 വലിയ വിടവുകൾ നികത്താൻ ടീമിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിട്ടൊഴിയാത്ത ഡിഫൻസിലെ ക്രൈസുകൾ പരിഹരിക്കാനും ടീമിൻ്റെ റഡാറിൽ പല പേരുകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് ജനുവരിയിൽ നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു സാബിക്ക്. സാബിക്കൊപ്പം സാബിയുടെ മുഴുവൻ കോച്ചിങ് സ്റ്റാഫുകളെയും റയൽ പുറത്താക്കുന്നുണ്ട്. ഇന്നലെ അർബലോവയുടെ ആദ്യ ട്രെയിനിങ് സെഷനിൽ ഏറെ ശ്രദ്ധ നേടിയ മുഖം അന്റോണിയോ പിൻഡസിൻ്റെതാണ്. ദ ഡെവിൾ ബിഹൈൻഡ് ദ സീൻ, ദ ഫേമസ് ഫിറ്റ്നസ് കോച്ച് ബാക്ക്. സിദാനും ആൻജലോട്ടിക്കും കീഴിൽ റയലിൻ്റെ ഫിറ്റ്നസ് ട്രെയിനറായിരുന്നു പിൻഡസ്. പെരസിൻ്റെ വിശ്വസ്തൻ, കർട്ടന് പിന്നിലെ കർക്കശക്കാരൻ.
സാബി ബാലവക്കൂസനിൽ നിന്ന് തൻ്റെ കോച്ചിങ് സ്റ്റാഫിനെയും കൂട്ടിയാണ് ബർണബ്യൂവിൻ്റെ പടി ചവിട്ടിയത്. ഇതോടെ പിൻഡസിനെ പെർഫോമൻസ് മാനേജർ എന്ന ചുമതലയിലേക്ക് മാറ്റി റയൽ. ആ സമയത്ത് പിൻഡസ് ടീം വിടുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇഞ്ചുറി ക്രൈസുകൾ ഇപ്പോഴും ടീമിനെ വല്ലാതെ വലക്കുന്നുണ്ട്. അർബലോവ ചുമതല ഏറ്റെടുത്തയുടൻ പെരസ് പിൻഡസിനെ തിരിച്ചു വിളിച്ചത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റായി വേണം മനസ്സിലാക്കാൻ. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ലിസ്ബൺ നഗരത്തിൽ വെച്ച് റയൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിൽ മുത്തമിട്ടത് ഓർമ്മയില്ലേ? ലാ ഡെസിമ. ഇഞ്ചുറി ടൈം ത്രില്ലറിൽ ഗാലറി സ്റ്റാൻഡിൽ നിന്നിറങ്ങി മൈതാനത്തെ കൂടിയ സാബി അലോൺസോ റയൽ ആരാധകർക്ക് ഇന്നും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ്. ആ സംഘത്തിൽ അന്ന് അർബലോവയും ഉണ്ടായിരുന്നു. 2 തവണ റയലിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ താരം 2010 ലോകകപ്പ് നേടിയ സ്പാനിഷ് സംഘത്തിലും ഉണ്ടായിരുന്നു. 2020 റയൽ മാഡ്രിഡ് അക്കാദമിയിൽ കോച്ചിങ് കരിയർ ആരംഭിച്ച അർബലോവ കഴിഞ്ഞ സമ്മറിലാണ് റിസർവ് ടീമായ കസ്റ്റലിയയുടെ ചുമതലയിലെത്തുന്നത്. അക്കാദമിയെ നന്നായി അറിയാവുന്ന അർബലോവ തൻ്റെ പ്ലാനുകളിൽ അക്കാദമിയും ഉണ്ടാകുമെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. ഒപ്പം പെരസിൻ്റെ വിശ്വസ്തൻ കൂടിയാണ് അയാൾ. ദിസ് ക്ലബ് ഈസ് അബൌട്ട് വിന്നിങ് 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 ആൻഡ് വിന്നിങ് അഗെയിൻ. അർബലോവ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. സാബിയും ഇതുപോലെ വലിയ ആവേശത്തിൽ തന്നെയാണ് ചുമതല ഏറ്റെടുക്കുന്നത്. ഇരുവർക്കും റയലിനോട് ഒരേ പാഷനാണുള്ളത് എന്ന കാര്യം മറക്കരുത്. സാബിക്ക് കഴിയാതെ പോയ ആ വലിയ ഈഗോ ക്രൈസിസ് പരിഹരിക്കാൻ ആദ്യമായൊരു സീനിയർ ടീമിൻ്റെ തലപ്പത്തെത്തുന്ന അർബലോവക്ക് കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം.